സമാധാന ചർച്ചകൾക്ക് ഒമാനിൽ വേദി ഒരുങ്ങുമ്പോഴും ഗൾഫ് മേഖലയിൽ യുദ്ധഭീതി ഒഴിഞ്ഞു മാറുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപരോധ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഇറാൻ ടെഹ്റാനെ തൊട്ടാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങൾ ചാരമാക്കുമെന്ന് ഇറാന്റെ അന്ത്യശാസനം. ചർച്ചകൾ നടക്കുമ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത ഇറാന്റെ നിലപാട് മേഖലയെ മുൾമുനയിൽ നിർത്തുന്നു. അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും സൈനികപരമായ വെല്ലുവിളികൾക്ക് തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് മറുപടിയായാണ് ഇറാന്റെ ഈ ഒരു പുതിയ നീക്കം. വാഷിംഗ്ടൺ ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ച് അമേരിക്കൻ മണ്ണിൽ പോയി ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് പദ്ധതിയില്ല. എന്നാൽ ഈ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കും. അറാഖ്ചി കൃത്യമായ മുന്നറിയിപ്പാണ് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അതിൽ വിട്ടുവീഴ്ച ചെയ്യാനോ രാജ്യം തയ്യാറല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിസൈലുകൾ രാജ്യത്തിന്റെ പ്രതിരോധത്തിന്റെ ഭാഗമാണെന്നും അത് വിലപേശലിനുള്ള വിഷയമല്ലെന്നും അത് മറ്റൊരു രാജ്യവുമായി ചർച്ച ചെയ്യാനുള്ള വിഷയമല്ലെന്നും ഇറാൻ വ്യക്തമാക്കി. വെള്ളിയാഴ്ച ഒമാനിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന നിർണായകമായിട്ടുള്ള ചർച്ചകൾക്ക് പിന്നാലെയാണ് ഈ പ്രസ്താവന വരുന്നത് എന്നത് അത്യന്തം ശ്രദ്ധേയമാണ്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ 2 റൗണ്ട് പരോക്ഷ ചർച്ചകളാണ് നടത്തിയത്. രസകരമായ മറ്റൊരു കാര്യം, ചർച്ചകൾ പരോക്ഷമായിരുന്നുവെങ്കിലും അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി ഹസ്തദാനം ചെയ്യാൻ അവസരം ലഭിച്ചുവെന്ന് അറാഖ്ചി വെളിപ്പെടുത്തി. നയതന്ത്ര തലത്തിൽ ഇതൊരു വലിയ മാറ്റമായാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. ചർച്ചകൾക്ക് ശേഷം ഇറാനുമായുള്ള കൂടിക്കാഴ്ച വളരെ മികച്ചതായിരുന്നു എന്നാണ് പ്രസിഡന്റ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അടുത്ത ആഴ്ച വീണ്ടും കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. എന്നാൽ ഈ നല്ല ചർച്ചകൾക്കൊപ്പം തന്നെ സമ്മർദ്ദ തന്ത്രങ്ങളും അമേരിക്ക പയറ്റുന്നുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇറാന്റെ വ്യാപാര പങ്കാളികൾക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചിരുന്നു. ഇവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഒരു വശത്ത് ആണവ പദ്ധതി നിർത്തിവെക്കാൻ അമേരിക്ക ആവശ്യപ്പെടുന്നു. എന്നാൽ ആണവ സമ്പുഷ്ടീകരണം ഞങ്ങളുടെ നിഷേധിക്കാനാവാത്ത അവകാശമാണ്. നിങ്ങൾ ബോംബിട്ട് തകർത്താൽ പോലും ആ അറിവും കഴിവും നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇറാന്റെ യുക്തിസഹമായിട്ടുള്ള മറുപടി. സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് ഉറപ്പ് നൽകുന്ന കരാറിന് തയ്യാറാണെങ്കിലും സ്വാശ്രയത്വത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇറാൻ അടിവരയിടുന്നു. ചുരുക്കത്തിൽ ഹസ്തദാനങ്ങളും കൂടിക്കാഴ്ചകളും നടക്കുമ്പോഴും ഹസ്തദാനത്തിൽ നിന്ന് വിരലുകൾ ട്രിഗറിലേക്ക് മാറാൻ അധികം സമയം വേണ്ടിവരില്ലെന്ന് ഈ സംഭവവികാസങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. 2ാം റൗണ്ട് ചർച്ചകൾ ഉടൻ നടക്കുമെന്ന് ഇരുപക്ഷവും പറയുമ്പോഴും എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അമേരിക്കയുടെ അടുത്ത നീക്കവും ഇറാന്റെ പ്രതിരോധവും വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയുടെ സമാധാനത്തിൽ നിർണായകമാകുമെന്നുള്ള കാര്യം തീർച്ച. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.